തീരുമാനമില്ല, ഒരു തീരുമാനമില്ല. വെറും പന്നകൾ വന്ന് ചെറ്റകളാണ്. ഇതിപ്പോ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച ആൾക്കാർ അവർ വീട്ടിലേക്ക് വരുവാണ്. അതിന്റെ പ്രശ്നം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഞങ്ങളുടെ കാര്യം നടക്കട്ടെ. നാളെ കൊടുക്കണം. ഏതായാലും ലോൺ എടുക്കുന്ന കമ്മിറ്റിക്കാരുണ്ടോ? ലോൺ എടുക്കുന്ന കമ്മിറ്റിക്കാരുണ്ട്. കമ്മിറ്റിക്കാരുടെ രൂക്ഷമായ തെളിവ് വന്നു വെച്ചാൽ 2 ലക്ഷം രൂപ നമ്മൾ ശക്തമായിട്ട് ഇന്ന് വരാൻ നാളെ വരാന്ന് പറയുന്നതല്ലാണ്ട് അവിടെ ഇവിടെ വിൽക്കാനുണ്ട്. സാധാ വിദ്യാഭ്യാസം ഈ വാക്കിൽ നിങ്ങളെ 5ാം ക്ലാസ് മുതൽ ഇവിടെ സ്കൂളിൽ പഠിച്ച കാലത്ത് മുതൽ നടക്കണേ. ഞങ്ങൾക്ക് വലിയ പുറംലോകമായിട്ടുള്ള വലിയ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞാൻ ചോദിച്ചുള്ളൂ, 4-5 ലക്ഷം രൂപ ഒരു വർഷം ഓഡിറ്റ് ഫീസ് കൊടുത്ത് കൺകറന്റ് ഓഡിറ്റ് നടത്തി ഈച്ച് ആൻഡ് എവരി അക്കൗണ്ട് മസ്റ്റ് ബി ഓഡിറ്റഡ് എന്നാണ് ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത്. ഓരോ പേര് നിന്റെ പേരിൽ ലോൺ ഉണ്ടെങ്കിൽ ഇവന്റെ പേരിൽ ലോൺ ഉണ്ടെങ്കിൽ ആ ലോൺ ഫയൽ ഓരോ വർഷവും പരിശോധിക്കണം. ആ ലോൺ ഫയലിന്റെ കറന്റ് രസീത് അപ്ഡേറ്റ് ആണോ നോക്കണം, അതിന്റെ പൊസഷൻ ഉണ്ടോ നോക്കണം, അതിന്റെ ആധാർ കറക്റ്റാണ്, അതിന്റെ വാല്യൂഷൻ ഉണ്ടോ നോക്കണം. ഇതെല്ലാം നോക്കേണ്ടതാണ് ഈ ഓഡിറ്റർമാര്. ഈ ഓഡിറ്റർമാർക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ കാശടക്കുന്നത്. 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഈ കാശടക്കുന്നത്. ഇവരാരും നോക്കിയില്ല. ആരാണ് ഉത്തരവാദി? അവരെ തെറ്റാ ഇവിടുന്ന് നടപടി എടുത്തത്. ഇവിടുന്ന് ഞാൻ ബാക്കി ആ വ്യാജമായി ഇവിടെ നോക്കാതെ അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കാതെ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പരിശോധിക്കാതെ ഒപ്പിട്ട് കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഇവിടുത്തെ ഭരണസമിതി എന്ത് നിയമ നടപടിക്ക് പോയി? അവരെല്ലാം ഇതിന്റെ അകത്ത് അന്വേഷണ വിധേയരാണ്. അതായത് അതെന്നറിയോ, ചേട്ടാ അങ്ങനെയല്ല. ഇതിന്റെ അകത്ത് സാധാരണ ഇതിലൊരു ബാങ്കിൽ ഒരു പ്രസിഡന്റും അതിന്റെ ഒരു സെക്രട്ടറിയും അവിടുത്തെ ജീവനക്കാരുടെ ബാക്കി എക്സിക്യൂട്ടീവ് പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ മാസത്തിൽ 2 കമ്മിറ്റി എടുക്കുമ്പോൾ വന്നു വന്നില്ല അത്രേ ഉള്ളൂ. നമ്മളിവിടെ വന്നു കമ്മിറ്റി കൂടി നമ്മൾ ഇറങ്ങി പോകണം, ഇത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ആരും ഇവിടുത്തെ ഫയൽ പരിശോധിക്കാൻ അധികാരമില്ലാത്തതുകൊണ്ടല്ല പരിശോധിക്കാറില്ല. അങ്ങനെയൊന്നും ഒരു ബാങ്കിൽ ഒരു